അവിടെ ഒരു പ്രക്ഷിപ്ത സർഗമുണ്ട്. പ്രക്ഷിപ്ത സർഗം വായിക്കണ്ടല്ലോ, വായിക്കണം വേണമെങ്കിൽ വായിക്കാം. എന്താ പ്രക്ഷിപ്ത സർഗം? ആരോ കൂട്ടിച്ചേർത്തത്. വാൽമീകി മഹർഷിയുടെ രാമായണത്തിലേക്ക് ആരോ പ്രക്ഷിപ്തമാക്കി ചേർത്തത്, പ്രക്ഷേപം ചെയ്തത്, കൂട്ടിച്ചേർത്തത്, അങ്ങനൊരു സർഗമുണ്ട്. അതെങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി പ്രക്ഷിപ്തമാണെന്ന്? വിദ്വാൻമാർ അത് പ്രക്ഷിപ്തമായി അംഗീകരിച്ചത് കൊണ്ട് പ്രക്ഷിപ്തം, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറേ സർഗങ്ങളുണ്ട്. നമുക്കൊന്ന് വായിക്കാം. അത് കഴിഞ്ഞ് 57 വായിക്കാം. പ്രവേശിതായാം സീതായാം ലങ്കാം പ്രതി പിതാമഹഃ തദാ പ്രോവാച ദേവേന്ദ്രം പരിതുഷ്ടം ശതക്രതും ത്രൈലോക്യസ്യ ഹിതാർത്ഥായ രാക്ഷസാം അഹിതായ ച ലങ്കാം പ്രവേശിതാ സീതാ രാവണേന ദുരാത്മനാ പതിവ്രതാ മഹാഭാഗാ നിത്യം ചൈവ സുഖൈധിതാ അപശ്യന്തി ച ഭർത്താരം പശ്യന്തി രാക്ഷസീ ജനം രാക്ഷസീഭിഃ പരിവൃതാ ഭർതൃദർശനലാലസാ നിവിഷ്ടാ ഹി പുരീ ലങ്കാ തീരേ നദനദീപദേ കഥം ജ്ഞാസ്യതി താം രാമ തത്രസ്ഥാം താമനിന്ദിതാം ദുഃഖം സഞ്ചിന്തയന്തി സാ ബഹുശഃ പരിദുർലഭാ പ്രാണയാത്രാമകുർവാണ പ്രാണാം ത്യക്ഷ്യത്യ സംശയം സ ഭൂയഃ സംശയോ ജാതഃ സീതായാ പ്രാണസംക്ഷയേ സത്വം ശീഘ്രമിതോ ഗത്വാ സീതാം പശ്യ ശുഭാനനാം പ്രവിശ്യ നഗരീം ലങ്കാം പ്രയച്ഛഃ വിരുത്തമം. ഇതൊരു പ്രക്ഷിപ്ത സർഗാണേ, അതുകൊണ്ട് പ്രാമാണികമായിട്ട് ആരും എടുക്കണ്ട. വാൽമീകിയുടെ രാമായണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കരുത്. എങ്കിലും നൂറ്റാണ്ടുകളായി ഇത് പ്രക്ഷിപ്തമായിട്ട് പഠിക്കപ്പെട്ടത് കൊണ്ട് നമ്മളും പഠിക്കുന്നു എന്ന് മാത്രം. ഇത് വേറെ തന്നെയാണ്. സീത ലങ്കയിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് വളരെ സന്തുഷ്ടനായിരിക്കുന്ന ദേവേന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ ദേവേന്ദ്രൻ സന്തുഷ്ടനായിരിക്കുന്നത്? കാര്യം നടന്നു എന്നുള്ളതാണ്. ദേവകാര്യം നടക്കാൻ പോവുകയാണ്. സീത ലങ്കയിലായി കഴിഞ്ഞു. അപ്പം എന്തായാലും സീതയെ വീണ്ടെടുക്കാൻ രാമൻ രാവണനെ കൊല്ലും. അപ്പോൾ ദേവകാര്യം നടന്നു എന്നുള്ളത് കൊണ്ടാണ് സന്തുഷ്ടനായിരിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ദ്രനോട് പറഞ്ഞു, 3 ലോകത്തിൻ്റെയും ഹിതത്തിനായിക്കൊണ്ടും രാക്ഷസന്മാരുടെ അഹിതത്തിനായിക്കൊണ്ടും ദുരാത്മാവായ രാവണനാൽ സീത ലങ്കയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. പതിവ്രതയായ മഹാഭാഗയായ സുഖത്താൽ വളർത്തപ്പെട്ട സീത, ഇത്രയും കാലം സുഖത്താൽ വളർത്തപ്പെട്ട സീത, എപ്പോഴും സുഖം മാത്രം അനുഭവിച്ച സീത എന്നർത്ഥം. ഭർത്താവിനെ കാണാതെ രാക്ഷസീ ജനത്തെ കണ്ടുകൊണ്ട്, കാണാൻ ആഗ്രഹിക്കുന്ന ആളെ കാണുന്നുമില്ല, കാണണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഭർതൃദർശന ലാലസയായി, ഭർത്താവിനെ ഒന്ന് കാണണേന്ന് ആഗ്രഹിച്ചിരിക്കുന്നവളായി സീത കഴിയുകയാണ്. എവിടെ? നിവിഷ്ടാഹി പുരീ ലങ്കാ, ലങ്കാപുരിയിൽ നിവേശിക്കപ്പെട്ടിരിക്കുന്നു സീത. നദീപതേഹേ തീരെ, നദങ്ങളുടെയും നദികളുടെയും പതിയുടെ തീരത്ത്. നദിയുടെ പതി ആരാ? സമുദ്രം. സമുദ്രതീരത്തിൽ നിവേശിക്കപ്പെട്ടിരിക്കുക സീത. അനിന്ദിതയായ, രാമനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അവിടെ ഇരിക്കുന്നവളായ സീതയെക്കുറിച്ച് രാമൻ എങ്ങനെ അറിയും? രാമൻ അറിയിക്കാൻ എന്താ വഴി?
മാത്രമല്ല വളരെ ദുഃഖം അനുഭവിച്ച് പ്രാണയാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്തവളായി സീത പ്രാണങ്ങളെ ഉപേക്ഷിക്കുമോ? വലിയ പ്രശ്നമാണ്. ഈ ലങ്കയിലെ രാക്ഷസിമാരുടെ നടുക്ക് ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് സീത ആത്മഹത്യ ചെയ്യുമോ എന്നാണ് സംശയം. സീതയുടെ സംശയ വിഷയത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. എന്നുവെച്ചാൽ സീത ജീവിക്കുകയോ അല്ല ആത്മഹത്യ ചെയ്ത് കളയോ എന്നുള്ള വിഷയത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ബ്രഹ്മാവിന് പത്ര വലിയ സംശയമൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെ കള്ളം പറയുകയാണ്. കള്ളമല്ല, ഇന്ദ്രനെ കൊണ്ട് പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കാര്യം നടക്കൂ. അതാണ്. അതുകൊണ്ട് സത്വം ശീഘ്രമിതോ ഗത്വാ സീതാം പശ്യ ശുഭാനനാം പ്രവിശ്യ നഗരീം ലങ്കാം പ്രയച്ഛ ഹവിരുത്തമം. അതുകൊണ്ട് നീ വേഗം തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് ശുഭമായ മുഖത്തോടു കൂടിയവളായ സീതയെ നേരെ പോയി കണ്ടോളൂ. ഇന്ദ്രനോട് പറയുക. എന്നിട്ട് ഉത്തമമായ ഹവിസിനെ സീതയ്ക്ക് കൊടുക്കണം. ഇത് രാമായണത്തിലുള്ളതായിട്ട് കൂട്ടണ്ടേ? ഇത് പ്രക്ഷിപ്ത സർഗ. ഏവമുക്തോധ ദേവേന്ദ്ര പുരീം രാവണപാലിതാം അഗച്ഛന്നിദ്രയാ സാർദ്ധം ഭഗവാൻ പാകശാസനഃ. നിദ്രാം ചോവാച ഗച്ഛത്വം രാക്ഷസാൻ സംപ്രമോഹയ സാ തഥോക്താമഘവത ദേവീ പരമഹർഷിത ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം പ്രമോഹയത രാക്ഷസാൻ. ഏതസ്മിന്നന്തരേ ദേവഃ സഹസ്രാക്ഷശചീപതിഃ ആസസാദവനസ്ഥാം തം വചനം ചേദമബ്രവീത്. ഇപ്രകാരം ബ്രഹ്മാവിനാൽ പറയപ്പെട്ടവനായ ദേവേന്ദ്രൻ രാവണനാൽ പരിപാലിക്കപ്പെടുന്ന ലങ്കയിലേക്ക് നിദ്രാദേവിയെയും കൂടെ കൂട്ടി പുറപ്പെട്ടു. നിദ്രാദേവിയെ കൂടെ കൂട്ടി പുറപ്പെട്ടു. എന്നിട്ട് നിദ്രാദേവിയോട് പറഞ്ഞു, നീ വേഗം തന്നെ പോയി രാക്ഷസന്മാരെയൊക്കെ മോഹിപ്പിക്കൂ. ദേവേന്ദ്രനാൽ അപ്രകാരം പറയപ്പെട്ട സന്തോഷത്തോടു കൂടിയവളായ നിദ്രാദേവി ദേവകാര്യത്തിനായിക്കൊണ്ട് എല്ലാ രാക്ഷസന്മാരെയും ഉറക്കി. രാക്ഷസന്മാരെ മുഴുവൻ അനുഗ്രഹിച്ചു നിദ്രാദേവി. എല്ലാവരും ഉറക്കത്തിനായി. രാവണൻ മാത്രമല്ല, മുഴുവൻ കാവൽക്കാരും രാക്ഷസ സ്ത്രീകളും മുഴുവൻ സുഖമായിട്ടുള്ള ഉറക്കത്തിനായി. ആ സമയത്ത് സീതയെ പ്രാപിച്ച് ദേവേന്ദ്രൻ പറഞ്ഞു. തൊട്ട് യോജിക്കാത്തൊരു സർഗ ഇത്. ഇല്ലേ? എന്നാ നിങ്ങളുടെ അഭിപ്രായം? യോജിക്കാത്തതാ. രാമായണത്തിൻ്റെ തന്തുവിന് യോജിക്കാത്തതാ. പക്ഷേ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ഒരു പ്രക്ഷിപ്ത സർഗം ഉള്ള സ്ഥിതിക്ക് നമുക്ക് വായിക്കാം. അത്രയേ ഉള്ളൂ. ദേവരാജോസ്മി ഭദ്രം തേ ഇഹ ചാസ്മി ശുചിസ്മിതേ അഹം ത്വാ കാര്യസിദ്ധ്യർത്ഥം രാഘവസ്യ മഹാത്മനഃ സാഹായ്യം കൽപ്പയിഷ്യാമി മാ ശുചോ ജനകാത്മജേ മത്പ്രസാദ സമുദ്രം സ തരിഷ്യതി ബലൈ സഹ മയൈവേഹ ച രാക്ഷസ്യോ മായയാ മോഹിതാശുഭേ തസ്മാദന്നമിദം സീതേ ഹവിഷ്യാന്നമഹം സ്വകം സത്വാം സംഗൃഹ്യ വൈദേഹി ആഗത സഹ നിദ്രയാ. ഏതദസ്യസി മദ്ധസ്താദ് ന ത്വാം ബാധിഷ്യതേ ശുഭേ ക്ഷുധാ തൃഷാ ച രംഭോരു വർഷാണാമയുതൈരപി. അല്ലയോ ശുചിസ്മിതേ, മനോഹരമായ പുഞ്ചിരിയോടു കൂടിയവളെ, സുന്ദരി എന്നർത്ഥം. ഞാൻ ദേവരാജനാണ്.
നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ നിൻ്റെയും രാമൻ്റെയും കാര്യത്തിനായിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പ്രസാദം കൊണ്ട് രാമൻ വലിയ ബലത്തോടുകൂടി സമുദ്രത്തെ തരണം ചെയ്ത് വരും. ഇപ്പോൾ എല്ലാ രാക്ഷസ സ്ത്രീകളും എന്നാൽ മോഹിതരാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദർഭം എല്ലാവരും ഉറങ്ങുന്ന തക്കം നോക്കി ഞാൻ ഹവിസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്വീകരിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഈ അന്നം കഴിക്കുകയാണെങ്കിൽ 10,000 കൊല്ലം കഴിഞ്ഞാലും നിനക്ക് വിശപ്പോ ദാഹമോ ഉണ്ടാവുകയില്ല. അത് തിരക്കേടില്ല അല്ലേ? ആചാര്യ ഒന്ന് കിട്ടിയാൽ തിരക്കേടില്ല. 10,000 കൊല്ലം കഴിഞ്ഞാലും വിശപ്പും ദാഹവും ഉണ്ടാവില്ല എന്നാണ്. അല്ലയോ സുന്ദരിയായവളെ, ഏവമുക്താതു ദേവേന്ദ്രം ഉവാച പരിശങ്കിത കഥം ജാനാമി ദേവേന്ദ്രം ത്വാമിഹസ്ഥം ശചീപതിം ദേവലിംഗാനി ദൃഷ്ടാനി രാമലക്ഷ്മണസന്നിധൗ താനി ദർശയ ദേവേന്ദ്ര യദി ത്വം ദേവരാട് സ്വയം. സീതായാ വചനം ശ്രുത്വാ തഥാ ചക്രേ ശചീപതിഃ പൃഥിവീന സ്പൃശത് പദ്ഭ്യാം അനിമേഷേ ക്ഷണാനി ച അരജൊംബരധാരീ ച നമ്ലാനകുസുമസ്തഥാ തം ജ്ഞാത്വാ ലക്ഷണൈ സീതാ വാസവം പരിഹർഷിതാ ഉവാച വാക്യം രുദതി ഭഗവദ്രാഘവം പ്രതി സഹ ഭ്രാത്രാ മഹാബാഹു ദിഷ്ട്യാ മേ ശ്രുതിമാഗതഃ യഥാ മേ ശുശുരോ രാജാ യഥാ ച മിഥിലാധിപഃ തഥാ ത്വാമദ്യ പശ്യാമി സനാഥോ മേ പതിസ്ത്വയാ. ഇപ്രകാരം പറയപ്പെട്ടവളായ സീത അല്പം ശങ്കയുള്ളവളായി തീർന്നു. ഇതിനാ ശങ്ക? ഇത് രാവണൻ തന്നെയാണോ അല്ല ദേവേന്ദ്രനാണോ? എങ്ങനെ അറിയാം? എന്നിട്ട് പറഞ്ഞു, നീ ദേവേന്ദ്രനാണെന്ന് ഞാനെങ്ങനെ അറിയും? സാക്ഷാൽ ശചീപതിയായ ദേവേന്ദ്രനാണ് നീയെന്ന് ഞാനെങ്ങനെ അറിയും? രാമലക്ഷ്മണ സന്നിധിയിൽ ഞാൻ ദേവലിംഗങ്ങളെ കണ്ടിട്ടുണ്ട്. ദേവന്മാരുടെ ലക്ഷണങ്ങളെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നർത്ഥം. എന്തൊക്കെയാണ് ദേവന്മാരുടെ ലക്ഷണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് വേണം? താനി ദർശയ, അവയെ കാണിച്ചു തരൂ ഹേ ദേവേന്ദ്ര. എന്നാൽ ഞാൻ മനസ്സിലാക്കാം നീ ദേവേന്ദ്രനാണെന്ന്. യതിത്വം ദേവരാട് സ്വയം, നീ ദേവരാജാവാണെങ്കിൽ ദേവലക്ഷണങ്ങളെ കാണിച്ചു തരൂ എന്ന് പറയുക. ഇപ്രകാരം സീത പറഞ്ഞ സമയത്ത് ദേവേന്ദ്രൻ ഭൂമിയിൽ നിന്നുയർന്നു. പദ്ഭ്യാം ന അസ്പൃശത്, ഭൂമി കാലുകൊണ്ട് തൊട്ടില്ല. അതൊക്കെയാണ് ഇപ്പോൾ ദേവലക്ഷണം. കാല് ഭൂമി തൊടാണ്ട നിന്നു. പിന്നെ അനിമിഷേക്ഷണാനീച്ച, കണ്ണ് പൂട്ടുന്നില്ല, കൺപോള പൂട്ടില്ല. നമ്മൾ കണ്ണ് എത്ര അങ്ങനെ വർത്തമാനം പറയുമ്പോഴൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? മറ്റതല്ല, കണ്ണ് അടയ്ക്കുന്ന പ്രശ്നമല്ല ദേവന്മാർക്ക്, കണ്ണ് തുറന്നാ നിൽക്കണം. പിന്നെ അരജോംബരധാരി, ഒട്ടും അഴുക്ക് പുരളാത്ത വസ്ത്രത്തെ ധരിച്ച രൂപമുണ്ടായി. മ്ലാനകുസുമസ്തഥ, ഒരിക്കലും പാടാത്ത പൂക്കൾ മാലയായി ധരിച്ചവനായിട്ട് നിന്നു. ഈ ലക്ഷണങ്ങളെ കണ്ട് സീത വളരെ സന്തോഷിച്ചു. എന്നിട്ട് രാഘവനെ സംബന്ധിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാബാഹുവായ രാമനെക്കുറിച്ച് മഹാഭാഗ്യമാണല്ലോ ഞാൻ കേട്ടത്. എപ്രകാരം എൻ്റെ അച്ഛൻ മിഥിലാധിപനായ ജനകൻ, എപ്രകാരം എൻ്റെ ശുശുരനായ ദശരഥൻ, അപ്രകാരം ഞാൻ നിന്നെ കാണുന്നു. മനസ്സിലായില്ല? ഇല്ലെങ്കിൽ ഏകാന്തത്തിൽ സ്ത്രീ
ഇങ്ങനെ അറിയാത്ത ഒരാളോട് സാധനം വാങ്ങാനും മറ്റും പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്നെ ഞാൻ അച്ഛനായിട്ട് കാണും, നീ എൻ്റെ അച്ഛന് തുല്യമാണ്, നിന്നാൽ എൻ്റെ ഭർത്താവ് സനാഥനായിരിക്കുന്നു. തവാജ്ഞയാച ദേവേന്ദ്ര പയോഭൂതമിദം ഹവിഃ അശിഷ്യാമി ത്വയാ ദത്തം രഘൂണാം കുലവർദ്ധനം. അതുകൊണ്ട് നിൻ്റെ ആജ്ഞ പാലിച്ച് ഞാൻ ഈ ഹവിസ് ഭക്ഷിച്ചു കൊള്ളാം, ഇത് രഘുകുലം വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ. ഇന്ദ്രഹസ്താത് ഗൃഹീത്വാ തത് പായസം സാ ശുചിസ്മിത ന്യവേദയത ഭർത്രേ സാ ലക്ഷ്മണായ ച മൈഥിലീ യദി ജീവതി മേ ഭർത്ത സഹ ഭ്രാത്രാ മഹാബലഃ ഇദമസ്തു തയോർഭക്ത്യാ തദശ്നാത് പായസം സ്വയം. ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പായസം മേടിച്ച് തൻ്റെ ഭർത്താവിനും ലക്ഷ്മണനുമായിക്കൊണ്ട് ഇപ്രകാരം സമർപ്പിച്ചു. എന്താ സമർപ്പിച്ചത്? എൻ്റെ ഭർത്താവ് സഹോദരനോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ അന്നം അവർക്ക് ലഭിക്കട്ടെ. രാമൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് സീതയ്ക്ക് അറിയോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യദി മേ ഭർത്ത സഹഭ്രാത്രാ ജീവതി, എൻ്റെ ഭർത്താവ് സഹോദരനോടുകൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതമസ്തു, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെറിയൊരു വറ്റ് അവർക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കി കഴിച്ചു. അപ്പോൾ രാമനെ സങ്കല്പിച്ച് സമർപ്പിച്ചിട്ട് ബാക്കി സീത കഴിച്ചു. ഇതീവ തത്പ്രാശ്യ വിർവരാനന ജഹൗഷുധാ ദുഃഖസമുദ്ഭവം ച തം ഇന്ദ്രാത് പ്രവൃത്തിം ഉപലഭ്യ ജാനകി കാകുസ്ഥയോ പ്രീതമനാ ബഭൂവ സ ചാപി ശക്രസ്ത്രിദിവാലയം തദാ പ്രീതോ യയൗ രാഘവ കാര്യസിദ്ധയേ ആമന്ത്ര്യ സീതാം സ തതോ മഹാത്മാ ജഗാമനിദ്രാസഹിത സ്വമാലയം. ഇപ്രകാരം സുന്ദരിയായ സീത ആ ഹവിസിനെ ഭക്ഷിച്ച് വിശപ്പ് ഹേതുവായുള്ള ദുഃഖം ഇല്ലാതാക്കി. ഇപ്പോൾ സീതയ്ക്ക് നല്ല വിശക്കുണ്ടായിരുന്നു എന്നർത്ഥം. ഭയമുള്ളത് കൊണ്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി മേലിലും ഒന്നും കഴിക്കാൻ പോകുന്നില്ല. അത് കാരണം ഈ സാധനം കഴിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷിപ്ത സർഗം പറയുന്നത്. വാൽമീകി അങ്ങനെ പറഞ്ഞിട്ടില്ലേ? വാൽമീകി സീതയെ അങ്ങേയറ്റം ക്ഷീണിച്ചവളായിട്ടാണ് വർണ്ണിക്കുന്നത്. ഈ പ്രക്ഷിപ്ത സർഗം വേണ്ട നമുക്ക്, അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇന്ദ്രനിൽ നിന്ന് ഈ പ്രവൃത്തിയെ നേടി വളരെ സന്തുഷ്ടയായി സീത തീർന്നു. ഇന്ദ്രനാകട്ടെ ഹവിസിനെ സീതയ്ക്ക് നൽകി വന്ന പോലെ തൻ്റെ ദേവലോകത്തിലേക്ക് തിരിച്ചുപോയി രാഘവ കാര്യസിദ്ധിക്കായിക്കൊണ്ട് സങ്കൽപ്പിച്ച് നിദ്രയോടുകൂടി സ്വന്തം ആലയത്തിലേക്ക് എത്തി. ഇതാണ് ഒന്നാമത്തെ പ്രക്ഷിപ്ത സർഗം. 10-20 പ്രക്ഷിപ്ത സർഗങ്ങളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഏതായാലും ഇതാണ് പ്രക്ഷിപ്ത സർഗം. നമ്മൾ വായിച്ചതിൻ്റെ തുടർച്ച 57-ാം സർഗം. ഒരു സർഗം വായിക്കാം. രാക്ഷസം മൃഗരൂപേണ ചരന്തം കാമരൂപിണം നിഹത്യ രാമോ മാരീചം തൂർണം പഥി നിവർത്തത്തെ. മൃഗരൂപേണ ചരന്തം, മാനിൻ്റെ രൂപത്തിൽ ചരിക്കുന്നവനായ രാക്ഷസനെ, ആരെ? മാരീചനെ. എങ്ങനെയുള്ള മാരീചനെ? കാമരൂപിണം, ഇഷ്ടംപോലെ രൂപം ധരിക്കാൻ കഴിവുള്ള മാരീചനെ നിഹത്യ, കൊന്നിട്ട് രാമൻ വേഗം മടങ്ങി, വളരെ വേഗത്തിൽ മടങ്ങി. തസ്യ സംത്വരമാണസ്യ ദ്രഷ്ടുകാമസ്യ മൈഥിലീം ക്രൂരസ്വരോധ ഗോമായുർ വിനനാദാസ്യ പൃഷ്ഠതഃ. സീതയെ കാണാൻ തിരക്കിട്ട് വരുന്നവനായ രാമൻ, സീതയെ കാണാൻ തിരക്കിട്ട് വരുന്നവനായ രാമൻ
വേഗതയിൽ നടക്കവേ ഒരു കുറുക്കൻ പിന്നിൽ നിന്ന്, രാമൻ്റെ പിന്നിൽ നിന്ന് ക്രൂരസ്വരം പുറപ്പെടുവിക്കാൻ തുടങ്ങി. പിന്നാലൊരു കുറുക്കൻ പിന്നാലെ നടന്നിട്ട് ക്രൂരസ്വരം പുറപ്പെടുവിച്ചു. ദുർലക്ഷണം എന്നർത്ഥം. സ തസ്യ സ്വരമാജ്ഞായ ദാരുണം രോമഹർഷണം ചിന്തയാമാസ ഗോമായോ സ്വരേണ പരിശങ്കിതഃ. രോമാഞ്ചജനകമായ ആ കുറുക്കൻ്റെ ശബ്ദം കേട്ട് രാമൻ പരിശങ്കിതനായി തീർന്നു. കാരണം രാമനാരാ? ലക്ഷണജ്ഞനാണ്. ലക്ഷണങ്ങൾ അറിയുന്ന ആളാണ് രാമൻ. വളരെ മോശം ലക്ഷണമാണെന്നുള്ളത് കൊണ്ട് പരിശങ്കിതനായി തീർന്നു. അശുഭം ബതമന്യേഹം ഗോമായുർവാശ്യത്തെ യഥാ സ്വസ്തി സ്യാദഥ വൈദേഹ്യ രാക്ഷസൈർഭക്ഷണം വിനാ. അയ്യോ, വളരെ മോശമായ രീതിയിൽ കുറുക്കൻ ശബ്ദമുണ്ടാക്കുന്നല്ലോ. സീതയ്ക്ക് നല്ലത് വരട്ടെ, രാക്ഷസന്മാർ സീതയെ ഭക്ഷിക്കാതിരിക്കട്ടെ. നമുക്ക് ഭക്ഷിക്കണതേ ഓർമ്മയുള്ളൂ, പിടിച്ചു കൊണ്ടുപോകണമെന്ന് ഓർമ്മയില്ല. സീതയെ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ത് രാക്ഷസന്മാർ, സീതയ്ക്ക് നല്ലത് വരട്ടെ. മാരീചേന തു വിജ്ഞായ സ്വരമാലക്ഷ്യ മാമകം വികൃഷ്ടമൃഗരൂപേണ ലക്ഷ്മണ ശൃണുയാദ്യതി. സ സൗമിത്രീസ്വരം ശ്രുത്വാ താം ച ഹിത്വാ തു മൈഥിലീം തയൈവ പ്രഹിത ക്ഷിപ്രം മത്സകാശമിഹൈഷ്യതേ. രാമൻ ചിന്തിക്കുകയാണ്, ആ മൃഗരൂപം ധരിച്ച മാരീചനാൽ മാമകം സ്വരം ആലക്ഷ്യ, എൻ്റെ സ്വരം പുറപ്പെടുവിക്കപ്പെട്ടതിനെ രക്ഷീകരിച്ച് യതി ലക്ഷ്മണ ശൃണുയാത്, ലക്ഷ്മണൻ അത് കേട്ടാൽ എന്ത് സംഭവിക്കും? അപ്പം എൻ്റെ ശബ്ദത്തിൽ മാരീചൻ കരഞ്ഞത് ലക്ഷ്മണൻ കേട്ടാൽ എന്ത് സംഭവിക്കും? ആ രാമനെ അലട്ടിയ ചിന്ത. സീതയെ ഉപേക്ഷിച്ച് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നിശ്ചയമായും ലക്ഷ്മണൻ വരും. മാത്രമല്ല രാമന് മറ്റൊന്നും കൂടി അറിയാം. തയൈവ പ്രഹിത, അവളാൽ നിർബന്ധിക്കപ്പെട്ടിട്ട്. അതും രാമനറിയാം. ലക്ഷ്മണൻ സ്വയം വരിക മാത്രമല്ല ചെയ്യാം, അവളാൽ നിർബന്ധിക്കപ്പെട്ടിട്ട്, സീതയാൽ നിർബന്ധിക്കപ്പെട്ടിട്ട് ലക്ഷ്മണൻ വരും. ഇതാണ് രാമൻ്റെ വേവലാതി. രാക്ഷസൈ സഹിതൈർനൂനം സീതായ ഈപ്സിതോ വധഃ കാഞ്ചനശ്ച മൃഗോ ഭൂത്വാ വ്യപനീയാശ്രമാത്തു മാം ദൂരം നീത്വാ തു മാരീചോ രാക്ഷസോ ഭൂത്ശരാഹതഃ ഹാ ലക്ഷ്മണ ഹതോസ്മീതി യദ്വാക്യം വാജഹാരഃ ലക്ഷ്മണസ്തദ്വച ശ്രുത്വാ മത്സകാശമിഹൈഷ്യതി അപി സ്വസ്തി ഭവേത്താഭ്യാം രഹിതാഭ്യാം മയാ വനേ ജനസ്ഥാനനിമിത്തം ഹി കൃതവൈരോസ്മി രാക്ഷസൈഃ. കാര്യകാരണസഹിതം രാമൻ ചിന്തിക്കുകയാണ്. രാക്ഷസനാൽ രാക്ഷസനായ മാരീചൻ മാനിൻ്റെ വേഷം കെട്ടി എന്നെ ആശ്രമത്തിൽ നിന്ന് അകറ്റി ദൂരെ എത്തിച്ചു. അത് കഴിഞ്ഞ് ശരാഹതനായി ശരമേറ്റ് മരിച്ചു. ആ മരിക്കുന്ന സമയത്ത് ഹാ ലക്ഷ്മണ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് എൻ്റെ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. അപ്പോൾ രാക്ഷസന്മാരുടെ കൂട്ടുകെട്ട് സീതയെ വധിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇതാണ് രാമൻ്റെ ശങ്ക.
ഒരു രാക്ഷസനല്ല, രാക്ഷസന്മാരുടെ കൂട്ടുകെട്ട് സീതയെ വധിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. മറ്റെന്തിനാണ് ഇങ്ങനെ എൻ്റെ ശബ്ദത്തിൽ ഹാ ലക്ഷ്മണ എന്ന് വിളിച്ചത്? ആ വാക്യം കേട്ട് ലക്ഷ്മണൻ വേഗം എൻ്റെ അടുത്തേക്ക് വരും. ഓ, സീതയ്ക്ക് ലക്ഷ്മണന് നല്ലത് വരുത്തണേ. പ്രത്യേകിച്ചും ജനസ്ഥാനം കാരണമായിട്ട് രാക്ഷസന്മാർക്ക് എന്നോട് വലിയ വൈരമുണ്ട്. എന്താ ജനസ്ഥാനം കാരണമായിട്ടെന്ന്? ജനസ്ഥാനത്തിലാണല്ലോ 14,000 രാക്ഷസന്മാരെ രാമൻ കൊന്നത്. അപ്പോൾ രാമൻ അവരെയൊക്കെ കൊന്നത് ഹേതുവായിട്ട് രാക്ഷസന്മാർക്ക് വലിയ വൈരം എന്നോടുണ്ട്. അത് പകരം വീട്ടാൻ അവർ സീതയെ കൊല്ലും. അങ്ങനെ കൊല്ലാനുള്ള പദ്ധതിയാണിത്. ഇതാണ് രാമൻ ചിന്തിക്കുന്നത്. നിമിത്താനി ച ഘോരാണി ദൃശ്യന്തേത്ര ബഹൂനി ച ഇത്യേവം ചിന്തയൻ രാമ ശ്രുത്വാ ഗോമായുനിസ്വനം ആത്മനശ്ചാപനയനം മൃഗരൂപേണ രക്ഷസ ആജഗാമജനസ്ഥാനം രാഘവ പരിശങ്കിതഃ. ഘോരങ്ങളായ നിമിത്തങ്ങൾ കാണുന്നല്ലോ. വളരെ മോശം നിമിത്തങ്ങളാണ് കാണുന്നതൊക്കെ. മാത്രമല്ല ഈ പിന്നാലെ നടന്നിട്ട് കുറുക്കൻ ഓരിടുകയും ചെയ്യുന്നു. എന്നെ മൃഗരൂപത്തിൽ രാക്ഷസൻ ദൂരെ കൊണ്ടാക്കി. ഇതൊക്കെ ചിന്തിച്ച് ശങ്കിച്ച് രാമൻ നടന്ന് ജനസ്ഥാനത്തിലേക്ക് എത്തി. തം ദീനമനസോ ദീനം ആസേതുർമൃഗപക്ഷിണഃ സവ്യം കൃത്വാ മഹാത്മാനം ഗോരാംശ്ച സസൃജുസ്വരൻ. അങ്ങനെ ദീനമനസ്കനായി തീർന്ന രാമനെ അത്യന്തം ദീനന്മാരായ മൃഗങ്ങളും പക്ഷികളും രാമൻ്റെ ഇടതുഭാഗത്ത് വന്ന് ഘോരങ്ങളായ ശബ്ദങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇടത്തുഭാഗത്തുനിന്ന് ഘോരങ്ങളായ ശബ്ദങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ ഉണ്ടാക്കിയാൽ ലക്ഷണമനുസരിച്ച് വളരെ മോശം എന്ന് പറയണം. താനി ദൃഷ്ട്വാ നിമിത്താനി മഹാഘോരാണി രാഘവഃ ന്യവർത്തതാധത്വരിതോ ജവേനാശ്രമമാത്മനഃ. ഇങ്ങനെ ഘോരങ്ങളായ ദുർനിമിത്തങ്ങളെ കണ്ട് രാമൻ വളരെ വേഗം ആശ്രമത്തിലേക്ക് നടന്നു. സതു സീതാംബരാരോഹം ലക്ഷ്മണം ച മഹാബലം ആജഗാമജനസ്ഥാനം ചിന്തയന്നേവ രാഘവഃ. സീതയെയും മഹാബലശാലിയായ ലക്ഷ്മണനെയും കുറിച്ച് തന്നെ ചിന്തിച്ച് രാമൻ വളരെ വേഗത്തിൽ ആശ്രമത്തിലേക്ക് നടന്നു. അപ്പോൾ കുറേ ദൂരെ എത്തിപ്പോയിട്ടുണ്ട്. തതോ ലക്ഷ്മണമായാന്തം ദർശവിഗതപ്രഭം. ആ സമയത്ത് തൻ്റെ നേർക്ക് ലക്ഷ്മണൻ വരുന്നത് കണ്ടു. എങ്ങനെയുള്ള ലക്ഷ്മണൻ? വിഗതപ്രഭം, ഒട്ടും ശോഭയില്ലാത്ത ലക്ഷ്മണൻ. ഒരു ശോഭ ഉണ്ടാവില്ലല്ലോ ലക്ഷ്മണന്. ദുഃഖിതനായിട്ടല്ലേ വരുന്നത്. ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തത് സീതയിൽ നിന്ന് കേട്ടിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് ദുഃഖിതനായി വരുന്ന ലക്ഷ്മണനെ കണ്ടു. തതോ വിദൂരേ രാമേണ സമീയായ സ ലക്ഷ്മണഃ വിഷണ്ണസ്സു വിഷണ്ണേന ദുഃഖിതോ ദുഃഖഭാഗിന. വല്ലാത്തൊരു വർണ്ണനയാണത്. അനന്തരം ദുഃഖിതനായി വിഷണ്ണനായ ആ ലക്ഷ്മണൻ ദുഃഖഭാഗിയായ വിഷണ്ണനായ രാമനോടുകൂടെ എത്തിച്ചേർന്നു. അപ്പോൾ രാമൻ ദുഃഖിതനാണ്, ലക്ഷ്മണനും ദുഃഖിതനാണ്. രാമൻ വിഷണ്ണനാണ്, ലക്ഷ്മണനും വിഷണ്ണനാണ്. വിഷണ്ണൻ വിഷണ്ണൻ്റെ അടുത്തെത്തി, ദുഃഖിതൻ്റെ അടുത്തെത്തി. അതാണ് സംജഗർഹേഥ തം ഭ്രാത ദൃഷ്ട്വാ ലക്ഷ്മണമാഗതം വിഹായ സീതാം വിജനെ വനേ രാക്ഷസസേവിതേ. രാക്ഷസന്മാരാൽ സേവിക്കപ്പെടുന്ന വിജനമായ കാട്ടിൽ സീതയെ ഒറ്റക്കിട്ട് വന്നവനായ ലക്ഷ്മണനെ കണ്ടപ്പോൾ രാമൻ സംജഗർഹേ, വളരെ വിഷമിച്ചു. ഇതെന്താ ലക്ഷ്മണൻ ഇപ്പണി ചെയ്തത്?
എന്ന് വളരെ വിഷമിച്ചു രാമൻ. ഗൃഹീത്വാ ച കരം സവ്യം ലക്ഷ്മണം രഘുനന്ദനഃ ഉവാച മധുരോദർക്കം ഇദം വചനമാർത്തവത്. വളരെ വിഷമിച്ചിട്ട് രാമൻ എന്താ ചെയ്തേ? വഴക്ക് പറയുകയൊന്നും അല്ല. പിന്നെന്താ ചെയ്തേ? ലക്ഷ്മണൻ്റെ ഇടത്തെ കയ്യിൽ പിടിച്ചു രാമൻ. ഇടത്തെ കയ്യിൽ പിടിച്ച് വളരെ ദുഃഖിതനായി മധുരമായ സ്വരത്തിൽ ഇപ്രകാരം ചോദിച്ചു. വളരെ ശ്രദ്ധിക്കണേ, സാധാരണ ദുഃഖിതനായാൽ നമ്മൾ മധുരമായി സംസാരിക്കാറുണ്ടോ? ഇല്ല. ക്രുദ്ധനായാൽ മധുരമായി സംസാരിക്കുക? അതുമില്ല. രാമൻ അങ്ങേയറ്റം ദുഃഖിതനായി, പക്ഷെ മധുരമായി സംസാരിച്ചു. അതിനാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? അതിനാ പഠിക്കണ്ടേ. ദുഃഖിതനായാലും ക്രുദ്ധനായാലും ഒക്കെ സംസാരിക്കുന്നത് മധുരമായി സംസാരിക്കാൻ സാധിക്കണം. അതാ രാമൻ രാമ 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 എന്ന് ജപിച്ചാൽ പോരാ. ഈ വക രാമൻ്റെ മികവുകളെ നമുക്ക് നേടാനും ശ്രമിക്കണം. അഹോ ലക്ഷ്മണഗർഹ്യം തേ കൃതം യത്വം വിഹായതാം സീതാമിഹാഗത സൗമ്യ കച്ചി സ്വസ്തി ഭവേദിഹ. ഹേ ലക്ഷ്മണ, സൗമ്യ. നോക്കണേ, നമ്മളാരെങ്കിലും ആണെങ്കിൽ എന്താ ലക്ഷ്മണൻ ചോദിക്കാം? നീ എന്ത് പണിയാടാ ചെയ്തതെന്നല്ല ചോദിക്കുക. 4 തെറിയും പറഞ്ഞിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷേ രാമൻ ചോദിക്കണേ സൗമ്യ, ഹേ പ്രിയദർശന, മിടുക്ക, ഹേ ലക്ഷ്മണ, നീ എന്താണിത് സീതയെ ഒറ്റയ്ക്ക് വിട്ട് ഇങ്ങോട്ട് വന്നത്? ഇത് വല്ലാതെ കഷ്ടമായി പോയല്ലോ ചെയ്തത്, ഗർഹ്യമായി പോയി. അത് പിടിച്ചിട്ടാണ് പറയണത്. ഞാൻ പിടിക്കാണ്ട് ദേഷ്യം കാണിച്ചാൽ പറഞ്ഞ അല്ലേ? അത് വ്യത്യാസമുണ്ട്. നീ ഗർഹ്യമായതാ ചെയ്തതെന്ന് പറയുന്നുണ്ട്, പക്ഷെ ലക്ഷ്മണനെ തൊടാണ്ട് ദൂരെ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അത് ലക്ഷ്മണനെ നോവിക്കും. അതിനാണ് ഇടത്തെ കൈ പിടിച്ചിട്ട് ആണ് പറയണത്. അത് സൗമ്യാന്ന് വിളിച്ചിട്ടാണ് പറയണത്. നീ വല്ലാത്ത പരിപാടിയാണല്ലോ ചെയ്തത്, നീ ഒരിക്കലും ചെയ്യരുതാത്താണ് ചെയ്തത്. ഇഹ സ്വസ്തി ഭവേത് കച്ചിത്. വല്ല നന്മയുണ്ടാവുമോ? സീതയ്ക്ക് വല്ല ഗുണം ഉണ്ടാവുമോ? ഇത് മഹാപകടം പറ്റില്ലേ എന്നർത്ഥം. അവിടെ അപകടം പറ്റില്ലേ എന്ന് രാമൻ ചോദിച്ചില്ല. ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. അതാണ് എന്ത് നന്മ ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. അർത്ഥം തന്നെയാണ്. അർത്ഥം എന്നാണെങ്കിലും ഭാഷ രണ്ട ഇല്ല. മേസ്തി സംശയോ വീര സർവഥാ ജനകാത്മജാ വിനഷ്ടാ ഭക്ഷിതാ വാപി രാക്ഷസൈർവനചാരിഭിഃ അശുഭാന്യേവ ഭൂയിഷ്ഠം യഥാ പ്രാദുർഭവന്തി മേ. ഹേ ലക്ഷ്മണ, മേ സംശയ നാസ്തി, എനിക്കൊരു സംശയമില്ല ലക്ഷ്മണ. ഹേ വീര, അല്ലയോ വീര, ജനകാത്മജ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അഥവാ ഭക്ഷിത, രാക്ഷസന്മാരാൽ ഭക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. വനചാരിഭിഹി, വനചാരികളായ രാക്ഷസന്മാരാൽ സീത ഭക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കൊരു സംശയവും ഇല്ല. സീതയെ തിന്നു കഴിഞ്ഞു രാക്ഷസന്മാർ. കാരണം എല്ലാം അശുഭ ലക്ഷണങ്ങളാണ് ഞാൻ കാണുന്നത്. അപ്പി ലക്ഷ്മണ സീതായാഃ സാമഗ്ര്യം പ്രാപ്നുയാവഹേ ജീവന്ത്യഃ പുരുഷവ്യാഘ്ര സുതായ ജനകസ്യ വൈ. അല്ല ലക്ഷ്മണ, ജനകൻ്റെ പുത്രിയായ സീതയെ ജീവനോടെ നമ്മൾ കാണുമോ ഇനി? ഇപ്പോൾ തുടക്കത്തിൽ വളരെ ഉറപ്പോട് കൂടിയൊക്കെ സംസാരിച്ചെങ്കിലും ഇപ്പോൾ രാമനും പോയി പിടിവിട്ട് കഴിഞ്ഞു, അല്ലേ? അതെ, നമ്മൾ ജീവനോടെ കാണുമോ സീതയെ? യഥാ വൈ മൃഗസംഘാശ്ച ഗോമായുശ്ചൈവ ഭൈരവം വാശ്യന്തേ ശകുനാശ്ചാപി പ്രദീപ്താം അഭിദോ ദിശം. മൃഗസംഘങ്ങൾ, കുറുക്കന്മാർ ഒക്കെ ഭൈരവമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു.
ശകുനങ്ങളെല്ലാം മോശമായിട്ടാണ് കാണുന്നത്. അപ്പി സ്വസ്തി ഭവേത്തസ്യാഹ രാജപുത്രിയ മഹാബല, ഹേ മഹാബലശാലിയായിട്ടുള്ള ലക്ഷ്മണ, ആ രാജപുത്രിക്ക് നല്ലതുണ്ടാവുമോ? രാജപുത്രിക്ക് നല്ലത് ശേഷിച്ചിട്ടുണ്ടോ? ഇതം ഹി രക്ഷോ മൃഗസന്നികാശം പ്രലോഭ്യ മാം ദൂരമനുപ്രയാന്തം ഹതം കഥം ചിന്മഹതാശ്രമേന സ രാക്ഷസോ ഭൂന്മ്രിയമാണ ഏവ മനശ്ച മേ ദീനമിഹ പ്രഹൃഷ്ടം ചക്ഷുശ്ച സവ്യം കുരുതേ വികാരം അസംശയം ലക്ഷ്മണ നാസ്തി സീത ഹൃതാമൃതാ വാ പഥി വർത്തതേ വാ. ഈ മാനിൻ്റെ രൂപത്തിൽ വന്ന രാക്ഷസൻ എന്നെ ദൂരെ എത്തിച്ചു, പ്രലോഭിപ്പിച്ച് എന്നെ ദൂരെ എത്തിച്ചു. എന്നിട്ട് വലിയ ശ്രമത്താൽ ഞാൻ അവനെ കൊന്നു. അവൻ എന്നാൽ കൊല്ലപ്പെട്ടു, അവൻ മരിച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സ് ദീനഭാവത്തെ പ്രാപിക്കുന്നു. എൻ്റെ ഇടത്തെ കണ്ണ് തുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇടത്തെ കണ്ണ് തുടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ലക്ഷണക്കാരൊക്കെ മോശമായിട്ടാണ് പറയുക, ഇല്ലേ? അല്ല, ഇടത്തെ കണ്ണ് തുടിക്കുന്നുണ്ട്, എന്തോ ഒരു മോശം വരാനുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതാണ്, എൻ്റെ ഇടത്തെ കണ്ണ് തുടിക്കുന്നു. ഒരു സംശയവുമില്ല, സീതയില്ല. നാസ്തി സീത, സീതയില്ല. ഇനി ഉണ്ടെങ്കിലോ ഹൃദാ, ഹരിക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ മൃത, കൊല്ലപ്പെട്ടിട്ടുണ്ട്. പഥിവർത്തദേവ, വഴിയിലെവിടെയോ കിടക്കുന്നുണ്ടാവും. അപ്പോൾ കൊല്ലപ്പെട്ട സീത അല്ലെങ്കിൽ ഭക്ഷിക്കപ്പെട്ട സീതയുടെ ബാക്കി എല്ലൊക്കെ വഴിയിൽ കിടക്കുന്നുണ്ടാവും. അതാ എനിക്ക് തോന്നുന്നത് എന്ന് രാമൻ പറയുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ സപ്തപഞ്ചാശ സർഗഃ. ഇങ്ങനെ ഋഷിപ്രോക്തമായ ശ്രീമദ് രാമായണത്തിൽ, വാൽമീകീയത്തിൽ, ആദികാവ്യത്തിൽ, ആരണ്യകാണ്ഡത്തിൽ 57-ാമത്തെ സർഗം സമാപ്തം.